വെൽക്കം ടു മൈ ചാനൽ. 800 വർഷമായി സെയിം ഫാമിലി ജീവിക്കുന്ന ഒരു കാസിൽ, അവിടെ ഒരു മാജിക്കൽ ഫ്ലാഗ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു റോയൽ കാസ്കറ്റ്, പിന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ജൈന്റ് ആനക്കൊമ്പും. ഇത് സ്കോട്ട്ലൻഡിലെ ഡൺവീഗൻ കാസിൽ. നമ്മളിപ്പോൾ ഐൽ ഓഫ് സ്കൈയിലെ ക്ലാൻ മെക്ലിയോഡിന്റെ ആൻസെസ്ട്രൽ ഹോം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. സ്കോട്ട്ലൻഡിലെ തന്നെ ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഹബിറ്റഡ് കാസിൽസിൽ ഒന്നായി ഇത് കണ്ടുവരുന്നു. ഇതൊരു റോയൽ ബെഡ്റൂം അല്ല കേട്ടോ. കറക്റ്റ് നെയിം ദ ചീഫ്സ് ബെഡ്റൂം എന്നാണ്. മക്ലിയോഡ് ചീഫിന്റെ പ്രൈവറ്റ് ലിവിംഗ് സ്പേസ് ആയിരുന്നു ഇത്. നമ്മുടെ ക്യാമറയിൽ ക്ലിയർ ആയി ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത, പക്ഷേ ഡൺവീഗൻ പറയുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ട്രഷർ ഇവിടെയുണ്ട്. അതാണ് ആം ബ്രാറ്റ് ആറ്റ് ഷേ, ദ ഫെയറി ഫ്ലാഗ്. കാസിൽ റിസർച്ച് അനുസരിച്ച് സിറിയ അല്ലെങ്കിൽ റോഡ്സ് ഇവിടെ നിന്ന് വന്നതാണെന്ന് കരുതുന്ന വെരി ഏൻഷ്യന്റ് സിൽക്ക് ബാനർ ആണിത്. ലെജൻഡ്സ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ഫെയറി പ്രിൻസസ് മക്ലിയോഡ് ചീഫിന് ടോക്കൺ ഓഫ് ലവ് ആയി ഈ ഫ്ലാഗ് കൊടുത്തു എന്നാണ്. പക്ഷെ അതിന്റെ മാജിക്കൽ പവർ 3 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന വാർണിംഗും ഉണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറില് മക്ലിയോഡ് പൈലറ്റ്സ് ഇതിന്റെ ഫോട്ടോഗ്രാഫ് ടെലിസ്മാൻ പോലെ ക്യാരി ചെയ്തിരുന്നു അത്രേ. ഇവിടെയുള്ള പോർട്രേറ്റ്സ് മക്ലിയോഡ് ചീഫ്സ്, അവരുടെ സ്പൗസസ്, ഡിസെൻഡൻസ്, മിലിറ്ററി ഫിഗേഴ്സ് എന്നിവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓരോ പോർട്രേറ്റും ഫാമിലി ലീനേജിലുള്ള ഓരോ ജനറേഷൻ ആണ്. ഓൾഡ് സ്കോട്ട്ലൻഡിൽ ക്ലാൻ ചീഫ് ഒരു ലാൻഡ് ഓണർ മാത്രമായിരുന്നില്ല. ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുക, അലയൻസസ് ഉണ്ടാക്കുക, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക, കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്യുക, എല്ലാം ചീഫിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പക്ഷെ ചീഫ്സും ബാറ്റിൽസും മാത്രമല്ല കേട്ടോ കാസൽ ഹിസ്റ്ററി. ഫുഡ് പ്രിപ്പയർ ചെയ്ത കുക്സ്, റൂംസ് മെയിൻറ്റെയിൻ ചെയ്ത സെർവൻസും, എസ്റ്റേറ്റിൽ വർക്ക് ചെയ്ത ഓർഡിനറി പീപ്പിൾ, അവരൊന്നും ഇല്ലാതെ ഈ കാസിൽ ഫംഗ്ഷൻ ചെയ്യില്ല. ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുമ്പോൾ മ്യൂസിയത്തിലാണെന്നുള്ളൊരു ഫീല് വളരെ കുറവാണ്. ഇപ്പോഴും ഫാമിലി ഹിസ്റ്ററി റൺ ചെയ്യുന്ന ഒരു ലിവിംഗ് ഹോം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കാസിൽ ലൈബ്രറി. ബുക്സ് മാത്രമല്ല, ഫാമിലി ലെറ്റേഴ്സ്, എസ്റ്റേറ്റ് അക്കൗണ്ട്സ്, ലാൻഡ് റെക്കോർഡ്സ്, ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം മാനേജ് ചെയ്തിരുന്നത് ഇതുപോലുള്ള റൂംസിലാണ്. ഇന്ന് കാണുന്ന ഇന്റീരിയർ മുഴുവനും മിഡീവൽ അല്ല. ലൈബ്രറിയും പല സ്റ്റേറ്റ് റൂംസും ലേറ്റർ സെഞ്ചുറീസിൽ റീഡിസൈനും റീസ്റ്റോറേഷനും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എത്തുമ്പോൾ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നു. ഡെക്കറേറ്റഡ് റൂംസിൽ നിന്ന് ഒറിജിനൽ മിഡീവൽ സ്റ്റോൺ സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇത് നോക്കിംഗ് സ്റ്റോൺ. ഗ്രെയിൻസ് ഇതിലിട്ട് വുഡൻ അല്ലെങ്കിൽ സ്റ്റോൺ ടൂൾ യൂസ് ചെയ്ത് മാനുവലി പൗണ്ട് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഒരു മീൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും എത്ര ഫിസിക്കൽ ലേബർ വേണ്ടിയിരുന്നു എന്ന് ഈ ഒരു സിമ്പിൾ ഒബ്ജക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ഈ സ്വോർഡും ചെയിൻമേലും ഡെക്കറേഷൻ മാത്രമല്ല, ക്ലാൻ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ആം കോൺഫ്ലിക്റ്റ് ഒരു റിയൽ പോസിബിലിറ്റി ആയിരുന്നു. ഇതാണ് അറൌണ്ട് 1360 ബോട്ടിൽ നെക്ക് സ്റ്റൈൽ പിറ്റ് ഡൺജിയോൺ, ഫ്രഞ്ചിൽ ഒബ്ലെറ്റെ, അതായത് ടു ഫൊർഗെറ്റ്. ഏകദേശം 13 അടി താഴ്ച, വെളിച്ചം പോലും കടക്കാത്ത ഒരു തടവറ കുഴി. ഡിസ്പ്ലേ ഇൻഫോർമേഷൻ അനുസരിച്ച് പ്രിസണേഴ്സ് റോബ് അല്ലെങ്കിൽ ലാഡർ വഴി ലോവർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റാവിംഗ് കിടക്കുന്ന അവർക്ക് കിച്ചണിൽ നിന്നുള്ള ഫുഡിന്റെ സ്മെൽ കിട്ടുമായിരുന്നു. എ കംപ്ലീറ്റ് ഐസൊലേഷൻ വിത്ത് സൈക്കോളജിക്കൽ ടോർമെന്റ്. എത്ര ഭയാനകരമല്ലേ. ഇവിടെ കാണുന്ന എനോർമസ് ടസ്ക് മാമൂത്തിന്റെ അല്ല കേട്ടോ, ഇത് ഒരു ആഫ്രിക്കൻ ആനയുടേതാണ്.
ബ്രിട്ടീഷ് ഹണ്ടർ ആയിരുന്ന ആർത്തർ ന്യൂമാൻ 1896 ലേക്ക് റെഡോൾഫ്, ഇന്നത്തെ ലേക്ക് ടൊഖാന റീജിയനിൽ ഹണ്ട് ചെയ്ത എലിഫന്റിൽ നിന്നുള്ളതാണ്. ഇവിടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സും റോയൽ കറസ്പോണ്ടൻസും നിങ്ങൾക്ക് കാണാം. 1956 ക്യൂൻ എലിസബത്ത് രണ്ടാമതിന്റെ പ്രസൻസിൽ ഫസ്റ്റ് ക്ലാൻ മക്ലിയോഡ് പാർലമെന്റ് ഇവിടെ നടന്നു. അതിനുശേഷം ഗ്ലോബൽ ക്ലാൻ ഗാദറിംഗ്സ് ഡൺവീഗനിൽ കണ്ടിന്യൂ ചെയ്തു വരുന്നു. ഈ വാക്കിംഗ് സ്റ്റിക്സ് സിമ്പിൾ സപ്പോർട്ട് ടൂൾസ് മാത്രമല്ല, ഹോൺ, കാർവ് വുഡ്, സിൽവർ, മൗണ്ടിംഗ് പോലെ പേഴ്സണലൈസ് ഡീറ്റെയിൽസ് ഓണറിന്റെ ടേസ്റ്റും സ്റ്റാറ്റസും ഷോ ചെയ്യുന്നു. ഇത് ഡ്രോയിങ് റൂം. ഇമ്പോർട്ടന്റ് ഗസ്റ്റിനെ റിസീവ് ചെയ്യാനും ഫാമിലി കോൺവെർസേഷൻസ്, മ്യൂസിക്, ഈവനിംഗ് ഗ്യാദറിംഗ്സ് എന്നിവയ്ക്കും ഉപയോഗിച്ചിരുന്ന ഒരു സോഷ്യൽ സ്പേസ്. ഇവിടുത്തെ തണുപ്പില് ഫയർ പ്ലേസ് റൂമിന്റെ ഹാർട്ടായിരുന്നു. വാമത്തിനൊപ്പം സ്റ്റോറീസും ഡിസിഷൻസും ഫാമിലി മെമ്മറീസും ഇതിനു ചുറ്റും ഉണ്ടായിരുന്നിരിക്കും. ഇനി നമ്മൾ ഡൺവീഗനുമായി കണക്ട് ആയ മറ്റൊരു എക്സ്ട്രാ ഓർഡിനറി ഐലൻഡ് കമ്മ്യൂണിറ്റിയുടെ സ്റ്റോറി കാണുകയാണ്, സെന്റ് കിൽഡ. മക്ലിയോഡ് എസ്റ്റേറ്റിന് സെന്റ് കിൽഡയുമായി ലോങ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 36 ഐലൻഡേഴ്സ് അവരുടെ റിക്വസ്റ്റ് പ്രകാരം 1930 ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടു. എസ്റ്റേറ്റ് 1931 ഐലൻഡ് സെല്ലും ചെയ്തു. ഇവിടെ പ്ലീസ് ഓപ്പൺ എന്ന് എഴുതിയ വുഡൻ ഒബ്ജക്റ്റ് ഒരു ഓർഡിനറി ബോക്സ് അല്ല. ഇത് സെന്റ് കിൽഡ ഫ്ലോട്ടിംഗ് മെയിൽ ബോട്ട് ആണ്. റെഗുലർ പോസ്റ്റൽ സർവീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലെറ്റേഴ്സ് വാട്ടർ പ്രൂഫ് കണ്ടെയ്നറിൽ സീൽ ചെയ്ത് അറ്റ്ലാന്റിക് ഓഷനിൽ റിലീസ് ചെയ്യുമായിരുന്നു. പാസിംഗ് ഷിപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ഷോറിൽ ആരെങ്കിലും അത് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത്രേ. ചെയർ, സ്പിന്നിംഗ് വീൽ, സീബേർഡ് കാച്ചിംഗ് റോപ്സ്, ഹാൻഡ് മെയ്ഡ് കണ്ടെയ്നേഴ്സ്, റിമോട്ട് അറ്റ്ലാന്റിക് ഐലൻഡിൽ സർവൈവ് ചെയ്ത ഒരു സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റിയുടെ ട്രേസസ് ആണ് ഇവയെല്ലാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സർ റോയ് മോർസ് ഹോൺ. ക്ലാൻ ട്രഡീഷൻ അനുസരിച്ച് സക്സസീവ് ചീഫ്സ് ഇതിൽ നിറച്ച വൈൻ മുഴുവൻ കുടിച്ച് അവരുടെ വേർതിനെസ് പ്രൂവ് ചെയ്യണമായിരുന്നു. റൈറ്റ് സൈഡിലുള്ള ഡൺവീഗൻ കപ്പിന് ഒരു സർപ്രൈസിംഗ് ഐറിഷ് കണക്ഷനും കൂടെ ഉണ്ട്. ഇത് സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കിയതല്ല. 1493 അയർലൻഡിൽ ഉണ്ടാക്കിയ സെറിമോണിയൽ ഡ്രിങ്കിംഗ് വെസലാണിത്. ഇൻസ്ക്രിപ്ഷനിൽ കാതറിൻ ഫെർമന റൂളർ ജോൺ മഗ്വയറിന്റെ വൈഫ് ഈ കപ്പ് കമ്മീഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മക്ലിയോഡ് ഫാമിലിയുടെ കയ്യിൽ ഇത് എത്തിയെന്ന് ഫുള്ളി ക്ലിയർ അല്ല. ഒരു സിംഗിൾ ഒബ്ജക്റ്റ് തന്നെ മെഡിവൽ അയർലൻഡും സ്കോട്ടിഷ് ഹൈലാൻഡ്സും തമ്മിലുണ്ടായിരുന്ന ക്ലോസ് ഗേലിക് കണക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കാണുന്നത് നോർമൻ മക്ലിയോഡ്, 23rd ചീഫ്, ദ ജനറൽ എന്നറിയപ്പെട്ട മിലിറ്ററി ഫിഗർ. 1790 ഡൺവീഗൻ കാസിൽ റീമോഡൽ ചെയ്യാൻ മേജർ വർക്ക് കമ്മീഷൻ ചെയ്തത് ഇദ്ദേഹമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി സ്കോട്ട്ലൻഡിൽ മാത്രം നിൽക്കുന്നില്ല കേട്ടോ, അത് താണ്ടി നമ്മുടെ കൊച്ചു കേരളം വരെ എത്തി. ഹോണസ്റ്റ്ലി പറഞ്ഞാല് ഈ ഓബ്ജക്റ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഇന്നത്തെ കണ്ണൂര് പഴയ കാനനൂറുമായി കണക്റ്റഡ് ആയ സിൽവർ ഫിൽഗ്രി കാസ്കറ്റ് ആണിത്. ഇത് അറക്കൽ ബീവി നോർമൻ മക്ലിയോഡിന് നൽകിയതാണെന്ന് കാസിൽ ലേബിൾ പറയുന്നു. അറക്കൽ ഫാമിലി കേരളത്തിലെ ഒരു മുസ്ലിം റോയൽ ഫാമിലിയാണ്.
സക്സഷൻ മാട്രിലീനിയൽ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അന്നത്തെ ബീവി ആയിരുന്ന ജുനുമാബി സെക്കൻഡ് കനത്ത നഷ്ടപരിഹാരവും ആനുവൽ ട്രിബ്യൂട്ടും ആക്സെപ്റ്റ് ചെയ്തു, ട്രീറ്റിയിൽ സൈൻ ചെയ്തു. അതുകൊണ്ട് കാസ്കറ്റ് ഓർഡിനറി ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ് ആയിരുന്നു എന്ന് കോൺഫിഡൻഷ്യലി പറയാൻ പറ്റില്ല. കാസിൽ ട്രഡീഷണൽ ബീവി മാക്ലിയോഡിനെ മാരി ചെയ്യാൻ ഓഫർ ചെയ്തു എന്ന ഡ്രമാറ്റിക് സ്റ്റോറിയും ഉണ്ട്. പക്ഷേ അതിന് ഇൻഡിപെൻഡന്റ് കണ്ടംപററി പ്രൂഫ് കണ്ടെത്തിയിട്ടില്ല. ഈവ ജോൺ നോർമാൻ മാക്ലിയോഡ് 24th ചീഫിന്റെ ഹൈലാൻഡ് ഡ്രസ് ആക്സസറീസ് ആണ് ഇവയെല്ലാം. ഇത് 1498 കിങ് ജെയിംസ് 4 അലസ്റ്റെയർ ക്രോട്ടാച്ച് എന്ന 8th ചീഫിന് ഗ്രാന്റ് ചെയ്ത റോയൽ ചാർട്ടർ ആണ്. സ്കൈ ഹാരിസ് മെയിൻലാൻഡ് ടെറിട്ടറീസിലുള്ള മാക്ലിയോഡ് അതോറിറ്റീസ് ഇത് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു. പക്ഷേ അതിനു പകരം ചീഫ് കിങ്ങിന് മിലിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഇന്ന് നമ്മൾ ലാൻഡ് സൈഡിൽ നിന്ന് ഈസിയായി എൻറ്റർ ചെയ്യുന്നു. പക്ഷേ മിഡീവൽ കാസിലിന്റെ ഒറിജിനൽ എൻട്രൻസ് ലോഡ്ജ് സൈഡിലായിരുന്നു. വെള്ളത്താൽ 3 വശവും സറൗണ്ട് ചെയ്ത നാച്ചുറൽ ഫോർട്രസ്. ഇന്ന് കാണുന്നതെല്ലാം മിഡീവൽ അല്ല, പലതും വിക്ടോറിയൻ റിസ്റ്റോറേഷൻ ആണ്. ഡിഫറെന്റ് ബിൽഡിംഗ്സിനെ ഒരു സിംഗിൾ റൊമാൻറ്റിക് കാസിൽ പോലെ കണക്ട് ചെയ്തിരിക്കുന്നു. ഡൺവീഗൻ കാസിലിൽ നമ്മൾ കണ്ടത് സ്കോട്ടിഷ് ഹിസ്റ്ററി മാത്രമല്ല, അയർലൻഡിൽ ഉണ്ടാക്കിയ കപ്പ്, കണ്ണൂരിലെ അറക്കൽ ബീവിയുടെ കാസ്കറ്റ്, ആഫ്രിക്കയിൽ നിന്നുള്ള ജയന്റ് ആനക്കൊമ്പ്, സെന്റ് കിൽഡയിലെ ഫ്ലോട്ടിംഗ് മെയിൽ ബോക്സ്. ഒരു കാസിൽ, പക്ഷേ ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി കണക്ട് ആയ സ്റ്റോറീസ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ അതാണ് ഈ വിസിറ്റ് എനിക്ക് ഇത്ര സ്പെഷ്യൽ ആക്കിയത്. ഈ സഞ്ചാരഗാഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.